Okay, next question. A radioactive source emits particles at a rate of 5 per minute in accordance with Poisson process. Each particle emitted has a probability of 0.6 of being recorded by a device. അപ്പോൾ ഇതിൽ 5 per minute റേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് റേറ്റ് 5 per minute. പിന്നെ പ്രോബിലിറ്റി 0.6 ഓഫ് ബീങ് റെക്കോർഡ് ബൈ പ്രോബിലിറ്റി ഈസ് 0.6 പി തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്താണ് ആവറേജ് എന്ന് പറയുമ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും 5 × 0.6 ആയിരിക്കും. നമ്മുടെ ലാംഡ ഇസ് ഈക്വൽ ടു എൻ പി എന്നൊരു ഫോമിലല്ലേ ബൈനോമിയലിന്റെ എൻ പി പോലെ എൻ എന്ന് പറയുന്നത് നമ്പറും പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി. ആ ഒരു കൺസെപ്റ്റ് 5 per minute, ഒരു മിനിറ്റിൽ 5 ആവറേജ് അല്ലല്ലോ അത്. അപ്പോൾ 5 × 0.6 ചെയ്യാൻ 3 കിട്ടും. ഓക്കെ, ഇനി what is the probability that first question, what is the find the probability that 10 particles are recorded in a 4-minute period. അപ്പോൾ 10 particles 4 മിനിറ്റിൽ റെക്കോർഡ് ആവണം. അപ്പോൾ നമ്മുടെ n1 of t ആദ്യത്തെ ഒരു n, കാരണം ഇവിടെ വേറൊരു പ്രോസസ്സും കൂടെ പറയുന്നത്, നമ്മുടെ n1 of t is equal to 10 particles, അതായത് കൗണ്ട് 10 ആവണം ആദ്യത്തെ 4 മിനിറ്റിൽ. ഇൻ 4 മിനിറ്റ് ആണ്, t is equal to 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്താ? e raised to minus lambda t raised to n by n factorial. അപ്പോൾ e raised to minus what is value of lambda? 3 ആണ്. അപ്പോൾ -3 × 4 -12 × 12 raised to n. n എത്രയാണ്? നമുക്ക് 10 പാർട്ടിക്കിൾസ്. അപ്പോൾ 10 by 10 factorial. ഓക്കെ, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓൺ ദ ആവറേജ് ഹൗ മെനി പാർട്ടിക്കിൾസ് ഗോ അൺറെക്കോർഡഡ് ഇൻ 1 hour? അപ്പോൾ അൺറെക്കോർഡ് എന്ന് വെച്ചാൽ ദർ ഇസ് നോ അറൈവൽ. പി ഓഫ് എൻ ഓഫ് T1 എന്താണ്? ഗ്രേറ്റർ ദാൻ എന്താ അല്ല, വാട്ട് ഇസ് ദ ആവറേജ് ആ ചോദിച്ചിരിക്കുന്നത്. ആവറേജ് പ്രോബിലിറ്റി അല്ല, ആവറേജ്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഹൗ മെനി പാർട്ടിക്കിൾസ് ഗോ അൺറെക്കോർഡഡ് ഇൻ 5 minutes എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ, ആവറേജ് എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എൻ ഓഫ് ടി ആണ് വേണ്ടത്. എൻ ഓഫ് ടി ഇൻ 1 hour, ഒരു മണിക്കൂർ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മിനിറ്റ് ആണ്, അപ്പോൾ 60 minutes. സോ ദിസ് വൺ ഇസ് ഫോർമുല എന്താ? ലാംഡ ടി അല്ലേ, lambda into t. Expectation of n of t, counting process, Poisson process in the mean, lambda into t. Lambda 3 × 60. Next one, what is the expected time until the 10th particle is recorded? അതായത് T1 plus etc plus T10 ആണ് 10th particle time. അപ്പോൾ ഇതിൽ എക്സ്പെക്ടേഷൻ ഓഫ് ദിസ് വൺ. അപ്പോൾ ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞെന്ന് പറയാം 10 × ഓരോന്നിൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് ടി ഐ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ടി ഐ. എക്സ്പെക്ടേഷൻ ഓഫ് ടി ഐ എന്ന് പറഞ്ഞാൽ എന്താ? ലാംഡ അല്ലേ, എന്താണ് 1/λ ആണ് മീൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ 1/3 വരും. 10/3 ആണ് എക്സ്പെക്ടേഷൻ. Next question, let n of t be the Poisson process with rate 2. Find the probability that there are 2 arrivals in 0t and or 3 arrivals in 3/7. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് n of t Poisson process ആണ്. റേറ്റ് ഉണ്ട്, ലാംഡ 2 ആയിട്ട് എടുക്കാം. Find the probability that there are 2 arrivals. 0tയിൽ 2 arrivals എന്ന് വെച്ചാൽ ഇന്റർ അറൈവൽ ടൈം. അപ്പോൾ ടോ എന്തായിരിക്കും? ഡ്യൂറേഷൻ 2 ആയിരിക്കും. ഇതിൻ്റെ ടോ വന്നിട്ട് ഇത് ടോ 1 ആയിട്ട് എടുക്കാം. ടോ 2 ഇസ് 7 - 3 ചെയ്താൽ 4 വരും. അപ്പോൾ n ഓഫ് ടോ എന്താ? e raised to minus lambda ടോ, lambda ടോ raised to n by n factorial. അപ്പോൾ ടോ നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഡയറക്റ്റ് ആയിട്ട്. ദിസ് ഈസ് 2 അറൈവൽസിൻ്റെ കേസ്. ടു -4 4 raised to 2, 2 അറൈവൽ അല്ലേ, ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, 2 അറൈവൽസ് e raised to -4 × 4 raised to 2 by 2 ഫാക്ടോറിയൽ. നെക്സ്റ്റ് 3s in
3 അല്ലേ, അപ്പം 8 raised to 3, 3 5.